ഹായ് ഫ്രണ്ട്സ്, SJ ടേസ്റ്റി ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രോയിലർ ഡക്ക് കറിയാണ്. തേങ്ങാപ്പാലിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് 1,600 ഉണ്ട്. ഒരു ചെറിയ താറാവാണിത്. അതിന് എടുത്തേക്കുന്ന ചേരുവകൾ 3 ചെറിയ സവാളയും, 1 കഷ്ണം ഇഞ്ചിയും, 6 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി, ഇച്ചിരി കറിവേപ്പില, 2 കയ്യില്, ചെറിയ കയ്യിലാണ് എൻ്റെ, അതുകൊണ്ട് 2 കയ്യില് മല്ലിപ്പൊടി, 2 സ്പൂണ് മല്ലിപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. ഇത്രയാണ് നമുക്ക് വേണ്ട സാധനങ്ങൾ. പിന്നെ ആവശ്യത്തിന് ഉപ്പിടണം. നമുക്ക് ഇനി ഉണ്ടാക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് പുരട്ടി വെക്കണം കുറേ നേരത്തേക്ക്. സവാള ആദ്യം എല്ലാം കൂടെ നമുക്കിട്ട് ആവശ്യത്തിന് ഉപ്പ് പോരെങ്കിൽ നമുക്ക് ഇടാം. എന്നിട്ട് നമുക്ക് ഇതെല്ലാം തിരുമ്മി കൂട്ടി ഒരു അരമണിക്കൂർ നമുക്ക് ഇതിങ്ങനെ വെക്കണം. എന്നിട്ട് ഞാൻ ഈ ചട്ടി തന്നെ വേവിച്ചെടുക്കാൻ, ഞാനെല്ലാം ഈ മൺചട്ടിയിലാണ് വെക്കുന്നത്. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കറികൾക്കൊക്കെ. എന്തെങ്കിലും മസാലകളൊക്കെ വേണമെന്ന് വെച്ചാൽ നമുക്ക് താളിച്ചിടുമ്പോൾ ഇടാം. പിന്നെ ഗരം മസാല കൂടെ ഇടണം കേട്ടോ. ഇനി പുരട്ടി വെച്ചിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഗരം മസാല ഇത്ര മതി കേട്ടോ. ഒരു ടീസ്പൂൺ തന്നെ ഇല്ല, ഞാൻ 1/2 ടീസ്പൂൺ ഇട്ടു. നമുക്ക് ലാസ്റ്റ് ഇടാം. നമുക്ക് തേങ്ങാപ്പാൽ ഇടാം. ശരിക്കും കൈ കൊണ്ട് ഞെരണ്ടി എടുക്കും. ശരിക്കും അങ്ങോട്ട് പിഴിഞ്ഞ് എല്ലാം ചേർത്ത് വെക്കണം. ഇപ്പോൾ താറാവിറച്ചിയിൽ കൂടി മസാല എല്ലാം കൂടി ചേരണം. നന്നായിട്ട് അങ്ങോട്ട് ഇതെടുക്കണം. എല്ലാം കൂടെ നമുക്ക് ഒഴിക്കാം. ഒരു മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ ഞാൻ പുറത്ത് അടുപ്പിൽ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. വിറകടുപ്പിൽ ഈ വിറകടുപ്പുണ്ട്, പുറത്തുണ്ട്. അപ്പം അതിലോട്ട് ഞാൻ വെക്കാൻ പോണേ. ഇടത്തരം ഉരുളക്കിഴങ്ങ് 4 എണ്ണമാണ് ഞാൻ എടുത്തേക്കണത്. താറാവിലിട്ട് വേവിച്ചെടുക്കണം. താറാവ് കറി ഇവിടെ റെഡിയാണ്. ഞാൻ തലപ്പാലം ഒഴിച്ചിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കണതാണ്. ഞാൻ താളിച്ചിടുന്നതാണ്. ഇത്തിരി ഉള്ളിയും വേപ്പിലയും ഇട്ടിട്ട് ഇത്തിരി മസാലയും കുരുമുളകും ഇട്ടിട്ട് താളിച്ചിടുന്നേ. ആവശ്യത്തിന് എരിവെല്ലാം ഉണ്ട്, എന്നാൽ ഞാൻ താളിച്ചിടുന്നതാണ് ടേസ്റ്റ് ഒന്നുകൂടെ കൂടാൻ വേണ്ടി. ഇത്ര 1 സ്പൂണ്, ചെറിയ സ്പൂണാണ് കേട്ടോ, ചെറിയ സ്പൂണ് ക്രഷ്ഡ് ചില്ലി, ഇത്തിരി മീറ്റ് മസാല ഞാനിവിടെ പൊടിച്ചതാണ് ഇവിടെ. ഇതിട്ടിട്ട് നമുക്ക് ഇതിലോട്ടിടാം. കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പാലപ്പം, ബ്രെഡ്, അപ്പത്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം, ചോറിന് കൂടെയും കഴിക്കാം. ഇത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ നിൽക്കുക, പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക.